ഇപ്പോൾ കെ അനിൽകുമാർ ചേരുകയാണ്. അനിൽകുമാർ, ഇന്നിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഒരു സംഭാഷണം പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി. അതൊക്കെ കഴിഞ്ഞിട്ട് ടി സിദ്ദിഖിന്ന് കോഴിക്കോട് ഒരു വാർത്താ സമ്മേളനം നടത്തി തങ്ങൾ എല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്ന് വിശദമാക്കുകയും ചെയ്തിരിക്കുന്നു. അനിൽകുമാർ, വയനാട് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ഡലമാണ്. അവരുടെ മണ്ഡലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ 5 നേതാക്കൾ കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഒരു സംഘടനാപരമായ കരുത്തോടുകൂടി അവിടുത്തെ തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം എന്തുകൊണ്ടാണ് ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത്? തങ്ങളുടെ ജില്ലയിലെ ട്രഷററായ ഒരു നേതാവിന്റെ കുടുംബം അനാഥമായിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബം ഇല്ലാതാകുന്നൊരു ഘട്ടം ഒഴിവാക്കാൻ അവരുടെ കുടുംബത്തിന് ഉണ്ടായ സാമ്പത്തിക ബാധ്യത പരിഹരിക്കുക എന്നത് KPCC ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതല്ലേ? വയനാട്ടിൽ നൂറുകണക്കിന് ആളുകൾ മരിച്ചപ്പോ ആ ഫണ്ട് അഴിമതി നടത്തി ആ ഫണ്ട് ദുരുപയോഗം ചെയ്ത ഒരു KPCC, പ്രളയകാലത്ത് 1000 വീട് നിർമ്മിക്കാൻ വിരിച്ചിട്ട് വീട് നിർമ്മിക്കാത്ത KPCC, യൂത്ത് കോൺഗ്രസ് ആ കാലഘട്ടത്തിൽ ഒരു ചലഞ്ച് നടത്തിയിട്ട് ഒരു വീട് പോലും നിർമ്മിച്ചിട്ടില്ല. അവരിൽ നിന്നും കോൺഗ്രസ് കുടുംബത്തിന് പോലും നീതി കിട്ടുന്നില്ല, ആ കുടുംബത്തെ പോലും പ്രവർത്തിക്കുന്നില്ല. ഈ സംഭവങ്ങൾ പുറത്തു വന്നപ്പോ ആ കുടുംബവുമായിട്ടൊരു കരാറുണ്ടാക്കി. കരാറുണ്ട് എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞു. അപ്പൊ സണ്ണി ജോസഫ് പറയുന്നത് വോയിഡ് അബിനീഷ്യോ എന്നാണ്. ആത്മഹത്യയിൽ കയറെ തൂങ്ങിക്കിടക്കുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണോ പ്രസിഡന്റ് സംസാരിക്കുന്നത്? മരിച്ച NM വിജയന്റെ അദ്ദേഹത്തിന്റെ ആ കയറിൽ തൂങ്ങിക്കിടക്കുന്ന ആത്മാവിനോട് നിങ്ങൾ സംസാരിക്കുകയാണോ? വോയിഡ് അബിനീഷ്യോ. അപ്പോ കോൺഗ്രസിന് ഇപ്പൊ ഏത് ഭാഷയാണ് വന്നിരിക്കുന്നത്? കോൺഗ്രസിന് ഇപ്പൊ എവിടുന്ന നിയമത്തിന്റെ ഭാഷ കിട്ടിയത്? മാനുഷികതയുടെ ഭാഷ നഷ്ടപ്പെട്ടു, നിയമത്തിന്റെ ഭാഷയിലേക്ക് തിരിച്ചുപോയി. ഇതാണ് കോൺഗ്രസ്. ഒരു കുടുംബത്തിന്റെ ദുരിതം പോലും, അതോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ ദുരിതം പോലും മനസ്സിലാക്കാൻ മനസ്സിലില്ലാത്തവരാണ് ഈ കോൺഗ്രസ് എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിൽ അവിടെ ചെന്ന് ആ കുടുംബത്തെ ആശ്വസിപ്പിച്ചതിന്റെ തുടർച്ചയായിട്ടാണ് കരാറുണ്ടായത്. ആ കരാർ നടപ്പാക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള KPCC ബാധ്യതയുണ്ട്. ആ ബാധ്യത അവർ നിർവഹിക്കണം. അവർ നിർവഹിക്കാൻ പോകുന്നില്ല. ആ കുടുംബം അനാഥമാകാതിരിക്കാനുള്ള മുൻകൈ കേരളം എടുക്കണമെന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി അനിൽകുമാർ പ്രതികരിച്ചതിന്.